ഒരു ന്യായീകരണം. അതെന്താ? ഒരു ഭാഗത്ത് അള്ളയാണ് നിങ്ങളെ മരിപ്പിക്കുന്നതെന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് മലക്കുൽ മൗത്താണ് നിങ്ങളെ ആത്മാവിനെ ഏറ്റെടുക്കുന്നതെന്ന് പറയും. ഇത് രണ്ട് എന്താ വഹാബിയേ? ഒരു ചോദ്യം മനസ്സിലായോ? അന്റെ വിവരക്കേടിന് ഞാൻ എന്ത് മറുപടി പറയാനാ? മീകായിൽ അലൈഹിസ്സലാം മഴ പെയ്യിപ്പിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഡ്യൂട്ടി മീകായിലിനാ കൊടുത്തതെന്ന് വിശ്വസിക്കുന്നു. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ മലക്കുൽ മൗത്തേ, എന്റെ ആയുസ് 2 ദിവസം കൂടി നീട്ടിത്തരണേ, നിന്റെ മോളെ കല്യാണ എന്ന് വരക്കാൻ പറ്റുമോ? മീകായിലെ മഴ തരണേ എന്ന് ദ്വേരക്കാൻ പറ്റുമോ? പറ്റുമോ? ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. ആ വിശ്വാസവും ഈ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നത് റസൂലാന്ന് പോലും വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബിയാണ്, റസൂലാണ്, മറ്റു പ്രവാചകന്മാരാണ്. വടികൊണ്ട് പാറക്കടിച്ചു 12 ഉണ്ടാക്കിയ അള്ള കൊടുത്ത മോചിതത്ത് കൊണ്ട് ഈ അത്ഭുതം കാണിച്ച മൂസാ നബിയാണ് മഴ പെയ്യിക്കുന്നത് പോലും വിശ്വസിക്കാൻ, അഥവാ 12 ഉറവ ഒഴുകുന്നിടത്ത് ഈ ഉറവ മൂസാ നബിയുടെ ബബർ കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുമോ ഇസ്ലാമില്? ഇല്ല. പക്ഷെ ഇവരുടെ വിശ്വാസം പിഴച്ചിരിക്കുന്നു, ഇവരുടെ വിശ്വാസം പിഴച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. മഴ പെയ്യിപ്പിക്കുന്ന ഇനി ഇതൊക്കെ കേട്ടാലും അത് തെറ്റുപറ്റിയാന്ന് പറയാനല്ല പ്രേരിപ്പിക്കുക, അതിനെങ്ങനെ ന്യായീകരിക്കണം? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല മുഅ്മിൻ. അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കില്ല, തിരുത്തുന്നവനാണ് മുഅ്മിൻ. 3-ാം അധ്യായം 135-ാമത്തെ വചനം. വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് വായി നൽകിയ വെള്ളം നൽകിയ പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ആലോചിച്ച് നോക്കൂ, ഒരു ഗ്ലാസിൽ ശുദ്ധമായ പാല്, ഒരു ഗ്ലാസിൽ വിഷം ചേർന്നിട്ടുണ്ട്, അതോടൊപ്പം പാലുണ്ട്. അപ്പൊ ഒരു കൂട്ടര് 2 കൂട്ടര് വന്നിട്ട് ഒരു സ്റ്റേജിൽ ഒരു മേശക്ക് ചുറ്റിലിരിക്കുക. ഈ 2 കൂട്ടരിൽ ഒരു വിഭാഗം സമസ്ത, ഒരു വിഭാഗം മുജാഹിദുകൾ. ഒരു ഗ്ലാസ്സിലെ പാല് ചൂണ്ടിക്കാണിച്ച് സമസ്ത പറയുന്നു ഇത് ശരി, ഇതിൽ വിഷമില്ല, ഇത് കുടിക്കാമെന്ന്. മുജാഹിദുകളും പറയുന്നു ഇതിൽ വിഷമില്ല, ഇത് കുടിക്കാമെന്ന്. മറുഭാഗത്ത് ഒരു ഗ്ലാസ് പാലുണ്ട്, സമസ്ത പറയുന്നു കുടിക്കൊണ്ട് കുഴപ്പമില്ല കുടിച്ചാല്. മുജാഹിദുകൾ പറയുന്നു വിഷണ്ട്. എങ്കിൽ ബുദ്ധിയുള്ള ഏതൊരാളും സമസ്തക്കും മുജാഹിദിന് എതിരഭിപ്രായമില്ലാത്ത പടച്ച തമ്പുരാനോട് തേടാമെന്നത് സ്വീകരിച്ചാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? എന്തെങ്കിലും നഷ്ടമുണ്ടോ? അല്ല കേൾക്കൂല നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല കാണൂല നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പക്ഷേ ഖുർആൻ കൊണ്ട് മരിച്ചവർ കേൾക്കില്ല, കാണില്ല. അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും ഒരേപോലെയല്ല എന്ന ആയത്ത് ഖുർആനിലുണ്ട്. നേരെ മറിച്ച് അള്ളാഹ്ക്ക് കേൾക്കാത്തൊരു സമയവും അല്ല കേൾക്കുന്നൊരു സമയവും അല്ല ഉറങ്ങുന്നൊരു സമയവും അല്ല ഉറങ്ങാത്തൊരു സമയവും അങ്ങനല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ അല്ലേ? എന്നാൽ നിങ്ങൾ എഴുതിയ ചില പുസ്തകങ്ങളിൽ റസൂലുള്ളാഹിനെ പറ്റി പോലും മുജാഹിദുകൾ കൃത്യമായി പ്രചരിപ്പിക്കുന്ന ആശയം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. മഹത്തുക്കളുടെ യോഗ്യത പറയുന്നിടത്ത് കേട്ടോളൂ, നബിയുടെ അറിവ് ഇവരുടെ പ്രസിദ്ധീകരണത്തിനാണ് വായിക്കുന്നത്. നബിയുടെ അറിവ് ആദ്യമേ ഉള്ളതല്ല, നബിയുടെ അറിവ് ആദ്യമേ ഉള്ളതല്ല, വേർപിരിയാതെ ശാശ്വതമായി ഒരേ രീതിയിൽ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തൗഹീദ്, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി എഴുതിയ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 15-ാമത്തെ പേജിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബിയുടെ അറിവ് മുമ്പേ ഉള്ളതല്ല, എന്നും ശാശ്വതമായി നിലനിൽക്കുകയുമില്ല, അതിന് യാതൊരു ഉറപ്പുമില്ല എന്നാണ്. അള്ളാഹുവിന്റെ അറിവോ നശിക്കുമോ? ശാശ്വതമാകാതെ പോകുമോ? മുമ്പില്ലാത്തതാണോ? എങ്കിൽ എല്ലാ അറിവിന്റെയും ഉടമയായ അള്ളാഹുവിനോട് തേടുന്നതിനേക്കാൾ അറിവ് മുമ്പുണ്ടായിരുന്നിട്ടില്ലാത്ത പിന്നെ അറിവ് നേടുകയും എന്നും അത് ശാശ്വതമായി നിലനിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത റസൂലിനെ നമുക്കെങ്ങനെ നമ്മുടെ പരമേൽപ്പിക്കാൻ കഴിയുമെന്നത് നിങ്ങൾ ഈ കരുളായിയുടെ മണ്ണിൽ ഈ പ്രബോധനത്തിലൂടെ ഉറക്ക ചിന്തിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത്. അടുത്ത വാചകം, ഒരേ സ്ഥലത്തിരുന്ന് ഒരേ സമയം എല്ലാം കാണുവാൻ അടിമയും കഴിവുകൾക്ക് പരിമിതികളുമുള്ള ദൂതർക്ക് സാധ്യമല്ല. കേൾക്ക്,
പഠിക്ക്, മനസ്സിലാക്ക്. ഇത് മുജാഹിദ് പറഞ്ഞതല്ല, സമസ്തക്കാർ എഴുതിയതാ കേട്ടോ. സത്യധാര 2003 7 കൊല്ലങ്ങൾക്ക് മുമ്പ്, വെറും 7 കൊല്ലങ്ങൾക്ക് മുമ്പ്, 7 കൊല്ലം ആവണേ ഉള്ളൂ, സെപ്റ്റംബറിലാണ് 16 to 30 വരെ. ഇത് സത്യധാര, പേര് തന്നെ സൂചിപ്പിക്കുന്ന എന്താ? സത്യത്തിന്റെ ധാര, അണമുറിയാത്ത സത്യത്തിന്റെ ധാര എന്നാ അതിന്റെ അർത്ഥം. അതിൽ സത്യം ഉണ്ടാകലില്ല, ഇതൊരു സത്യ, ഇതൊരു സത്യമാണ്. എന്താ എഴുതുന്നത്? ഒരു സ്ഥലത്തിരുന്ന് ഒരേ സമയം എല്ലാം കാണാൻ അടിമയും കഴിവുകൾക്ക് പരിമിതികളുമുള്ള. അപ്പൊ റസൂലാരാ? അടിമ. അല്ലാഹു അടിമയാ? അല്ല, ഉടമയാണ്, യജമാനനാണ്. ഒരേ സമയത്ത് അല്ലാഹ്ക്ക് എല്ലാം കാണാൻ കഴിയില്ല എന്ന അഭിപ്രായം സുന്നിയക്കുണ്ടോ, ഞങ്ങൾക്കുണ്ടോ? എങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അഭിപ്രായ ഭിന്നതല്ല. തക്കാര്യത്തിൽ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങളും ഞങ്ങളും പറയുന്നു റസൂലിന് എല്ലാം അറിയാൻ കഴിയില്ല, എല്ലാം കേൾക്കാൻ കഴിയില്ല. അപ്പൊ ഒരു അടിമയുടെ എല്ലാ കാര്യവും അറിയാൻ കഴിയാത്ത ഒരാളോട് എല്ലാം എങ്ങനെ പറയും? എല്ലാം എങ്ങനെ പറയും? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എഴുതിയതാണല്ലോ, നിങ്ങൾ എഴുതിയതാണല്ലോ ഇത്. നിങ്ങൾ ചിന്തിക്ക്. അടുത്ത വാചകം, നബിയുടെ അറിവും കഴിവും എത്ര വിശാലമാണെങ്കിലും അതിന് പരിധിയുണ്ട്. ഖുർആന്റെ പരിഭാഷയാ. ഫതുർ റഹ്മാൻ വോളിയം 2 335 KV മുഹമ്മദ് മുസ്ലിയാർ. ഇനി കേട്ടോ, ഇനി കേട്ടോ. ഈസാ നബി തിരിച്ചു വന്നു, മാതാവിന് സലാം പറഞ്ഞു. പക്ഷേ പ്രതികരണം ഉണ്ടായില്ല. അത് നിങ്ങൾ എഴുതിയതാണ്. സുന്നത്ത് മാസിക 2007 ഡിസംബർ. അറിയാതെ മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആയത്തുൽ കുർസി ഏകസൂക്തത്തിലെ ഏകദർശനം സൈഫുല്ലാ ചുങ്കത്തറ 40-41 പേജ് കണ്ടോ? അപ്പൊ അമ്പിയാക്കള് അറിയാതെ ഉറങ്ങിപ്പോകുന്നവരെ ആരാധിക്കാൻ പറ്റില്ല, മരിച്ചവരെ ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ആരെങ്കിലും നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല, അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്. പ്രിയപ്പെട്ടവരെ, സമസ്തക്കാർ നിങ്ങളെ ക്ഷണിക്കുന്നത് മരണമുള്ള, ജീവിതമുള്ള, കഴിവുകേടുള്ള, പരിധികളുള്ള, ഓർമ്മക്കുറവുള്ള, ഉറങ്ങിപ്പോകുന്ന, അന്നുപോകുന്ന, പെട്ടെന്നുറങ്ങുന്ന, ക്ഷീണമുള്ള മഹാന്മാരിലേക്കാണ്. ക്ഷീണമില്ലാത്ത, തളർച്ചയില്ലാത്ത, ഉറക്കില്ലാത്ത, മഴക്കമില്ലാത്ത ലോകത്തിന്റെ സിട്ടാവിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഏതു വേണം? അതായത് ഉറപ്പുള്ള ഒരു പുളിങ്കൊമ്പ് തൂങ്ങാൻ ഒരാൾ വിളിക്കുന്നു. ഉണങ്ങി ചുക്കിച്ച ഒരു ചെറിയ ഉപ്പൂത്തിക്കൊള്ളിമ തൂങ്ങാൻ ഒരാൾ വിളിക്കുന്നു. നിങ്ങൾ ഏത് തൂങ്ങൂ? ഊര ഓർത്ത്. അവനാന്റെ ഊര ഓർത്ത് ഏതുമ തൂങ്ങൂ? നല്ല ബലമുള്ള യുവാവായ പുളിക്കൊമ്പിലാണോ തൂങ്ങുക? തൊട്ട പൊട്ടിപ്പോകുന്ന ഈ ഇപ്പൂത്തിക്കൊമ്പിലാണോ? ഏത് കൊമ്പിലാ തൂങ്ങുക? വിവരമുള്ളവരൊക്കെ ഉറപ്പുള്ള പുളിക്കൊമ്പ് തൂങ്ങും. അതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവര് പറയുന്നത് എന്തറിയോ? ഇവര് മഹാന്മാരെ കുറിച്ച് പറയുന്ന അതോടെ കേട്ടോളി. അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ. അള്ളാഹു കേൾക്കുന്നത് പോലെ നോക്കൂ, അള്ളാഹു കേൾക്കുന്നത് പോലെ വലം യകുല്ലഹു കുഫുവൻ അഹദ്. സൂറത്ത് ഇഖ്ലാസിന്റെ അർത്ഥം പഠിക്ക്. അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല, അള്ളാഹ്ക്ക് തുല്യരായി ഒരാളുമില്ല. പക്ഷേ ഇവര് പറയുന്നത് എന്താ? ഇവര് പറയുന്നത് അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും, അല്ല പ്രവർത്തിക്കുന്ന പോലെ, അല്ല കാണുന്ന പോലെ, അല്ല കേൾക്കുന്ന പോലെ മഹാന്മാര് കേൾക്കും എന്ന് CM സ്മരണിക 39-ാമത്തെ പേജിൽ ഇവരെഴുതുന്നു. ഇവരല്ലാഹുവിനെ ചെറുതാക്കി, ഇവരല്ലാഹുവിനെ അപമതിച്ചു, ഇവരല്ലാഹുവിനെ ഇകഴ്ത്തി, അല്ലാഹുവിലേക്ക് പടപ്പുകളെ ഉയർത്തി. CM സ്മരണിക 39-ാമത്തെ പേജ്. നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അടുത്തത്, അപ്പോൾ അല്ലാഹു സഹായിക്കുന്ന പോലെ ഈ അടിമക്ക് സഹായിക്കാൻ സാധിക്കും. ജീലാനി സപ്ലിമെന്റ് 10-ാമത്തെ പേജ്. ചിന്തിക്ക്, സമസ്ത എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്ക്. അപ്പോൾ അല്ലാഹു സഹായിക്കുന്ന പോലെ, അതേതാ? അഭൗതികമായ മാർഗത്തിൽ ഒരാൾ പൊട്ടക്കിണറിൽ വീഴുന്നു, അല്ലാഹു സഹായിക്കുന്ന പോലേന ഒരാൾ പൊട്ടക്കിണറിൽ വീഴുന്നു.
അല്ല നേരിട്ട് വന്ന് കിണറിലിറങ്ങി സഹായിക്കുമെന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തു നിന്നുകൊണ്ട് ആകാശഭൂമിയുടെ തമ്പുരാൻ നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മൊയ്തീൻ ശൈഖും അങ്ങനെ സഹായിക്കും. ഇതിന്റെ പേരാണ് ശിർക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത്, എന്നിലേക്ക് വരൂ അടിമകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു. ബഹളങ്ങൾക്കിടയിൽ അധികമാരും ആ വിളി കേട്ടില്ല. റിസാലയാ, സുലൈമാൻ സഖാഫി മാളിയക്കൽ ചീഫ് എഡിറ്ററായിരുന്ന റിസാല. ആ റിസാല പറയാ, എന്നിലേക്ക് വരൂ അടിമകളെ, അള്ളാഹുവിന്റെ അടിമകളെ, എന്നിലേക്ക് വരൂ എന്ന് ഉഹദ് യുദ്ധത്തിൽ റസൂൽ വിളിച്ചു പറഞ്ഞു, ഉറക്കെ വിളിച്ചു. പക്ഷേ റസൂലിന്റെ വിളി ആ ബഹളത്തിനിടയിൽ കേട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നാട് മുഴുവനും ഇരമ്പി ബഹളം ഉണ്ടാകുമ്പോ ഒരടിമ റബ്ബിനെ വിളിച്ചാൽ കേൾക്കുവോ? കേൾക്കാതിരിക്കോ? റസൂലിനെ വിളിച്ചിട്ട് കേൾക്കില്ലെന്ന് പറയുന്നു. എങ്കിലൊരടിമ ബഹളത്തിൽപ്പെട്ട് ചവിട്ടി മതിക്കപ്പെടുമ്പോ അവൻ വിളിക്കുന്നു, നബിയേ എന്നെ രക്ഷിക്കണേ. ഉഹദിന്റെ ഭൂമിയിൽ വളരെ ചുരുങ്ങിയ ആളുകൾ പങ്കെടുത്തൊരു യുദ്ധത്തിൽ പോലും നബിയെ വിളിച്ചിട്ട് നബിയുടെ വിളി അവർ കേട്ടിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ബഹളമയമായ അന്തരീക്ഷത്തിൽ ഏതോ അങ്ങപ്പുറത്ത് മരിച്ചുപോയ മനുഷ്യൻ കേൾക്കുമെന്ന് വിശ്വസിച്ച് നരകം വിലക്ക് വാങ്ങുന്നവരെ പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം തീർത്ത എന്ത് ത്യാഗം! അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്തിനാ? സമസ്തക്ക് വേണ്ടി, ഹൈന്ദവർക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മതസമൂഹങ്ങൾക്കും വേണ്ടി അവരെ വിമോചനം ലക്ഷ്യം വെച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇനിയോ റിസാല 1999 മാർച്ച് 5. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാകട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലുസ് സദീദിൽ എഴുതിയതാ. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നവൻ ആരാ? ഓ മുസ്ലിം അല്ല. ആരാ പറയുന്നത്? സമസ്തയുടെ മുൻ പണ്ഡിതൻ, സ്റ്റേറ്റ് ലെവലിലെ പണ്ഡിതൻ. ആ പണ്ഡിതനാണ് പറയുന്നത്, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര്. അദ്ദേഹം പറയാൻ, അദ്ദേഹത്തിന്റെ അൽ ഖൗലുസ് സദീദ് ഫി റദ്ദി തൗഹീദ് 100ാമത്തെ പേജിൽ. ചിന്തിക്ക്, ആലോചിക്ക്. അല്ലാത്തവരോട് ദ്വേർന്നാൽ ഓ മുസ്ലിം ആവൂല. ഒരൊറ്റ മുസ്ലിമും, കല്ലാവട്ടെ, മരമാവട്ടെ, നബിയാവട്ടെ, വലിയാവട്ടെ, അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും കേരളത്തിൽ 10-30 കൊല്ലം ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഇത് അവരെഴുതിയതാണ്. മുജാഹിദുകളുടെ തൗഹീദ് പൊളിക്കാൻ വേണ്ടി എഴുതിയ കിതാബിലാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് കേൾക്കണം? അടുത്ത വാചകം കേട്ടോളിട്ടോ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അക്കാലത്ത് ഇങ്ങനല്ല. ഇക്കാലത്ത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെങ്കിലോ മുജാഹിദാൻ സാധ്യത ഉണ്ടായിരുന്നു. അല്ല വിധിച്ചില്ല. കണ്ടോ, ഇക്കാലത്ത് ഇവർ റസൂലിനോട് നേരിട്ട് തേടുക. നേരിട്ട് അല്ല വേണ്ടേ വേണ്ട, അല്ല എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ വേണ്ട. ഞങ്ങൾക്ക് ദർഗ മതി, ഞങ്ങൾക്ക് ഔലിയാക്കൾ മതി. ഇപ്പൊ ചൂടാകുന്നുണ്ടാവും അള്ളാഹിനെ പറ്റി പറയുമ്പോ. ദേഷ്യം പിടിക്കേണ്ട ഒരു രക്ഷയില്ലായിട്ടാ. അതേ പുസ്തകത്തിലെ 133ാമത്തെ പേജ് ആലോചിക്കണം, ചിന്തിക്കണം. അപ്പൊ എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു മുസ്ലിമും പറഞ്ഞതായി മുമ്പ് കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പോഴോ അതേ കേൾക്കാനുള്ളൂ, അതേ പറയുന്നുള്ളൂ. പ്രാർത്ഥന അള്ളാഹിനോട് നടത്തേണ്ടതില്ല. അങ്ങനെ വരെ എഴുതി. പിന്നെ പേടിച്ചിട്ടൊരു തിരുത്തും കൊടുത്തു. നിങ്ങൾക്കറിയാലോ, ഇവരൊരിക്കലും പറഞ്ഞു നബിയോട്, നബിക്ക് മാത്രമേ അള്ളാഹിനോട് നേരിട്ട് തേടാൻ വകുപ്പുള്ളൂ ഇസ്ലാമില്. ഇവരെഴുതി. മുജാഹിദുകൾ പിടിച്ചു. ഇവരെ എല്ലാ തട്ടിപ്പും പൊളിക്കാൻ മുജാഹിദുകളല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ആരുമില്ല. സോളിഡാരിറ്റി ഇല്ല, NDF ഇല്ല, മടവൂരികളില്ല, ആരുമില്ല. ഒറ്റ കുറ്റം. ഇപ്പം നാടകത്തിലും സിനിമയിലും ഒക്കെ എല്ലാവരും എന്താണ്? 2 കൂട്ടര് ഭയങ്കര ഉൽപ്പതിഷ്ടുക്കളാണ്. അത്ര സിനിമയിലാപ്പോൾ എല്ലാവരും വക്കം മൗലവിയായിട്ട് അവതരിക്കുക. വക്കം മൗലവിന്റെ അയലത്ത് വെത്താൻ യോഗ്യത ഇല്ലാത്തൊരു വക്കം മൗലവിയായിട്ട് അഭിനയിക്കുക. എന്നിട്ട് മനുഷ്യനെ നിന്ദിക്കുക. കാരണം ഇവനോ കണ്ടാൽ ഇതാപ്പം വക്കം മൗലവി എന്ന ആളുകൾ ചിന്തിക്കുന്ന വിധത്തിൽ
ഇവിടെയാണ് നമ്മൾ ശരിക്കും ആലോചിക്കുക. മുജാഹിദ് പ്രസ്ഥാനത നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി തെളിവുകൾ പറയുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പടച്ചോന്റെ ഏകത്വം ഉൾക്കൊള്ളി, എങ്കിൽ നമുക്ക് ജയിക്കാം.